മലയാളികൾക്ക് എക്കാലത്തും മികച്ചൊരു കഥാവിരുന്നൊരുക്കിയ ചിത്രമാണ് ദൃശ്യം ഇന്ന് അതിന്റെ മൂന്നാം ഭാഗം ഷൂട്ടിങ്ങിന് ഒരുങ്ങാൻ പോവുകയാണ്. എറണാകുളം പൂത്തോട്ട SN ലോ കോളേജിലാണ് അതിന്റെ ആദ്യ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ ജിത്തു ജോസഫ് 24 ചേരുകയാണ്. മലയാളികൾക്ക് എല്ലാ കാലത്തും ദൃശ്യം ഒരു വലിയൊരു കഥാവിരുന്നായിരുന്നു. അപ്പോൾ മൂന്നാം ഭാഗം തയ്യാറെടുക്കാൻ പോകുന്നു. സന്തോഷമുണ്ട്, നല്ല എന്താ പറയുക, പ്രഷറുണ്ട്, ടെൻഷനുണ്ട്. കാരണം ആൾക്കാർക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ. 1 കഴിഞ്ഞ് 2 ആരും പ്രതീക്ഷയില്ല. 2 അനൗൺസ് ചെയ്തപ്പോഴും കോവിഡ് ടൈം ആയതുകൊണ്ട് എല്ലാവരും എനിക്ക് അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ കമന്റ് ചെയ്തു, പുള്ളി കോവിഡിൽ വെറുതെ പണിയില്ലായിരുന്നപ്പോൾ എഴുതി കൂട്ടുന്നതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷെ 2 ഇറങ്ങി 2 നന്നായി വന്നപ്പം ആൾക്കാർക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് 3 അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് 2ന്റെ മുകളിൽ വരുന്ന സ്ക്രിപ്റ്റിംഗ് മറ്റേത് അങ്ങനെ വേണമെന്ന്. ഞാനങ്ങനെ ഒരു 2ന്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് 1ന്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് അങ്ങനെയല്ല ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്തത്. ഇതിന് കഥാപരമായി അല്ലെങ്കിൽ ഓർഗാനിക്കലി ജോർജ് കുട്ടിയുടെ ലൈഫിൽ, ആ കുടുംബത്തിന്റെ ലൈഫിൽ എന്തൊക്കെ നടക്കാം, അവരുടെ ഇതുവരെയുള്ള സംഭവവാസങ്ങളുടെ ട്രോമ എന്തായിരിക്കും, അപ്പോൾ ആ ഒരു ഏരിയയിലൂടെ ഞാൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു ഒരു കഥയുടെ ഒരു സംഭവം കിട്ടി. അത് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത സ്ക്രിപ്റ്റ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ഇത് 1 or 2 പോലെയല്ല, 3 കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് 1ന്റെ ഒരു പാറ്റേണിലാണ് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, അത് ഓഡിയൻസ് നമ്മളിതൊക്കെ പറഞ്ഞിട്ട് ഓഡിയൻസിന് പല ടേക്സ് ആണ്. അവരുടെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും ദൃശ്യം എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. അല്ല, സമ്മർദ്ദം വെച്ചാൽ ഒരു കാര്യത്തിൽ ഞാൻ കോൺഫിഡന്റ്, ഇതൊരു നല്ല സിനിമയാണ്. ആ കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ 2ല് ഇത്രയും ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, ആ ട്വിസ്റ്റിന്റെ മുകളിലുള്ള ട്വിസ്റ്റ് അത്രയും ട്വിസ്റ്റ് വേണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ഇതുണ്ടല്ലോ, അത് എനിക്കറിയില്ല. അങ്ങനത്തെ എക്സ്പെക്ടേഷൻ എനിക്കല്ല. ഇതിനകത്ത് ഇതൊരു നല്ലൊരു കഥയുണ്ട്. ആ കഥയിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത് അത് അത്യാവശ്യം ഇമോഷൻസ് ഉണ്ട് അതിനകത്ത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒരു സസ്പെൻസ് എന്നല്ല. ഓക്കെ, ജോർജ് കുട്ടിയുടെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉണ്ടാവും. സസ്പെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു ക്യൂരിയോസിറ്റിയാണ്. ആൾക്കാർ അവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നു, എന്തൊക്കെയായിരിക്കും, ആ ക്യൂരിയോസിറ്റിയിൽ വരിക, അത്രേ പറയാൻ പറ്റും. അന്തരീക്ഷം ഒരു ഇരട്ടി മധുരമാണ്. കാരണം ലാലേട്ടൻ ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഒരു നിറവിലാണ്. അതിനുശേഷം ആദ്യമായി ഇപ്പോൾ സെറ്റിലെത്തുന്നത് ഇവിടെയാണ്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇരട്ടി മധുരം തന്നെയാണ്. വളരെ സന്തോഷം. ഇത് വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഇതാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് കുറച്ചുകൂടെ നേരത്തെ വേണമെങ്കിൽ കിട്ടാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കുള്ള അഭിമാനത്തിന്റെ നിമിഷമാണ്. ഇപ്പോൾ തിയേറ്ററിൽ പ്രതീക്ഷിക്കാം? അയ്യോ, അതൊന്നും ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കാരണം അത് ഷൂട്ട് തന്നെ തീരണ്ടേ. ഒരു ഷൂട്ട് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എപ്പോഴും പോകണമെന്നില്ല. നമ്മളൊരു 45 ദിവസത്തെ ഷൂട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് പ്രൊഡ്യൂസർ തീരുമാനിക്കട്ടെ. എന്തായാലും കൺഗ്രാറ്റ്സ്. ഒരു പുതിയ സിനിമയുടെ തുടക്കത്തിൽ ദൃശ്യം 3 ഷൂട്ടിംഗ് സെറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഇന്നിപ്പോൾ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും മലയാളികൾക്ക് എക്കാലത്തും ദൃശ്യം എന്ന് കേൾക്കുമ്പോൾ ഒരു കഥാവിരുന്നാണ്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ ഒരു സമ്മർദ്ദം എന്തായാലും സംവിധായകനുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ജിത്തു ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അദീഷിനൊപ്പം നിതിൻ അംബുജൻ, 24.